ഭാര്യയുടെ ഗ്രഹനിലയിൽ നിന്നും ഭർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ നിന്നും അയാൾക്ക് വരാൻ പോകുന്ന ഭാര്യയുടെ സ്വഭാവാദി ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സർ, ഈ ജാതക നിരൂപണത്തിൽ കളത്രഭാവം അല്ലെങ്കിൽ കളത്ര സ്വഭാവം അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒന്നാമത് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി നമുക്കൊന്ന് പറയാം. ഈ ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പൂർവ്വജന്മാന്തര സുഹൃതം എന്ന് പറയും. ഒരു പരിധി വരെ കഴിഞ്ഞ്, അതായത് കഴിഞ്ഞ ജന്മത്തിലേ ഇത് ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് അത്രമാത്രം അടുപ്പത്തിലുള്ളൊരു ബന്ധമാണ് ഭാര്യ-ഭർത്തൃ ബന്ധം എന്ന് പറയാം, അല്ലെങ്കിൽ വിവാഹ ബന്ധം എന്ന് പറയുന്നത്. അത് വളരെ പവിത്രമാണ്, മനസ്സിലായത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹായ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ബന്ധമല്ല. ദൃഢമായിട്ടുള്ള ബന്ധമാണ്, പവിത്രമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അത് പൂർവ്വജന്മാന്തരമാണ്, അതൊരു ഗിഫ്റ്റാണ്. കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു, അവർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ മനുഷ്യജന്മമാണ് എടുത്തിരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതോ ഒരു ജന്മം എടുത്തിരുന്നു, പക്ഷേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അവർ തന്നെയാണ് ഈ ജന്മത്തിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാർ. നല്ലതും ചീത്തയായിട്ടുള്ള തമ്മിൽ തല്ലുന്ന ഭാര്യ ഭർത്താക്കന്മാരും വഴക്കുണ്ടാക്കുന്ന അങ്ങനെയല്ല, നല്ല സ്നേഹത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടി ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ കഴിഞ്ഞ ജന്മത്തിലും അത് കഴിഞ്ഞ ജന്മ സുഹൃതമാണ്. ഇതിന് ഒരു പേരുണ്ട് ഈ ബന്ധത്തിന്, ഋണി ഭാവം എന്ന് പറയും. ഋണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വജന്മം, അതാണ് അതിനർത്ഥം. അതാണ് വളരെ ക്ലിയറായിട്ട് അല്ല ജ്യോതിഷത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ആചാര്യന്മാർ വളരെ ക്ലിപ്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു മുൻജന്മ സുഹൃതമായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഭാര്യയുടെ ഗ്രഹനിലയിൽ നിന്നും ഭർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വരൂപാദി സ്വഭാവ ഗുണങ്ങൾ ഭർത്താവിൻ്റെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ നിന്നും നമുക്ക് അയാൾക്ക് വരാൻ പോകുന്ന ഭാര്യയുടെ സ്വഭാവാദി ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, 7ാം ഭാവം എന്നുള്ളതാണ് വിവാഹ സ്ഥാനം എന്ന് നമ്മൾ വെച്ചിരിക്കുന്നത്. സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും വിവാഹ സ്ഥാനമാണ്. അപ്പോൾ വിവാഹസ്ഥാനത്തെ നമ്മൾ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ രണ്ടുപേരുടെയും ഭാര്യയുടെ 7ാം ഭാവം എടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്രഹനിലയിൽ ലഗ്നം ഉണ്ട്. ആ ലഗ്നത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഫലങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ഇപ്പോൾ സ്ത്രീയുടെ ഗ്രഹനില എടുത്തിട്ട് അതവിടെ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയാണ്. അതേസമയം അതിൻ്റെ 7ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഭർത്താവാണ്, മനസ്സിലായി? അപ്പോൾ നമ്മൾ ആ ഭർത്താവിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ 1ാം ഭാവം കൊണ്ടാണ് സ്വഭാവം അറിയേണ്ടത്. അപ്പോൾ 7ാം ഭാവം എടുത്തു കഴിഞ്ഞാൽ ഭർത്താവാണ്. ആ ഭർത്താവിൻ്റെ ആ 7ാം ഭാവത്തെ നമ്മൾ 1ാം ഭാവമായിട്ട് കണ്ടാൽ, ലഗ്നമായിട്ട് കണ്ട്, ബാക്കിയുള്ള 2ാം ഭാവം 8ാം ഭാവമായിട്ട് വരും. അങ്ങനെ ഓരോ ഭാവങ്ങളും എടുത്ത് ഓരോരുത്തരുടെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ ധനം പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയുടെ ജാതകത്തിൻ്റെ 7ാം ഭാവം എടുത്ത് അത് ലഗ്നമായിട്ട് കണക്കുണ്ട്. 2ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ഭാവം. ആ സ്ത്രീയുടെ ജാതകത്തിലെ 8ാം ഭാവം 2ാം ഭാവമായിട്ട് ഭർത്താവിൻ്റെ 2ാം ഭാവമായിട്ടാകുമ്പോൾ അതാണ് ധനഭാവം. ആ ധനഭാവം നമുക്ക് അനലൈസ്, അങ്ങനെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് 3ാം ഭാവം കൊണ്ട് അയാളുടെ ധൈര്യം, വീര്യം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. 5ാം ഭാവം കൊണ്ട് നമ്മൾ അവരുടെ വിദ്യാഭ്യാസം എല്ലാം കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ സന്താനം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റും, മനസ്സിലായി? 5ാം ഭാവം കൊണ്ട് നമ്മൾ സന്താനത്തെ നിരൂപിക്കുന്നത്. അതിന് വേറെ ക്ലോസസൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ അതവർക്ക് ഒരുപാട് നമുക്ക് പറയാനുണ്ട്, അത് വേണ്ട. ഇപ്പോൾ ആ സ്ത്രീ പ്രസവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് അയാൾക്ക് സന്താന ഭാഗ്യം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ സാധാരണഗതി സ്ത്രീയുടെ സന്താന സ്ഥാനം 9ാം ഭാവമാണ്. പക്ഷേ 5ാം ഭാവം കൊണ്ട് നമുക്കറിയാൻ പറ്റും, അപ്പോൾ ആ 5ാം ഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ പ്രസവിക്കുകയില്ലയോ എന്നുള്ളത് അറിയാം, ആ സ്ത്രീക്കത്. അതേപോലെ 7ാം ഭാവത്തിൻ്റെ 5ാം ഭാവം എടുത്തു കഴിഞ്ഞാൽ
ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അവൾ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് സന്താനം ഉണ്ടാവുമോ, ലബ്ധി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വളരെ കറക്റ്റായിട്ട് പറയാൻ പറ്റും. അങ്ങനെ അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സ്വഭാവ ഗുണങ്ങൾ, അതൊക്കെ 7-ാം ഭാവം കൊണ്ട് തന്നെ. കാരണം ലഗ്നം 7-ാം ഭാവമാണ്. ആ ഭർത്താവിൻ്റെ 7-ാം ഭാവമാണ് അയാളുടെ ലഗ്നമായിട്ട് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് അയാളുടെ ആരോഗ്യം, അയാളുടെ അസുഖങ്ങൾ എല്ലാം നമുക്ക് ഭാര്യയുടെ ജാതകത്തിൽ നിന്ന്, ഭാര്യയുടെ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് തരും. അതേപോലെ തന്നെ പിന്നെ ഭർത്താവിൻ്റെ ഗ്രഹനില എടുത്തിട്ട് അയാളുടെ അങ്ങേരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ലഗ്നം കൊണ്ടാണ്. അതേസമയം ഭാര്യയുടെ സ്വഭാവം നമ്മൾ സ്വഭാവ ഗുണങ്ങൾ, സ്വരൂപാധി ഗുണങ്ങളൊക്കെ എടുക്കുന്നത് ആ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ പുരുഷൻ്റെ 7-ാം ഭാവം ലഗ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നമുക്കത് ലഗ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ വരാൻ പോകുന്ന ഭാര്യയുടെ എല്ലാ സ്വരൂപാധി ഗുണഗണങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരാളുടെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളിൻ്റെ കളത്രത്തെ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ അതേപോലെ തന്നെ ഈ പിന്നെ സ്ത്രീയുടെ ജാതകത്തിൽ 7-ാം ഭാവമാണ് ഞാൻ പറഞ്ഞു കളത്ര ഭാവം എന്ന് പറഞ്ഞാൽ. ആ കളത്ര ഭാവത്തിൽ 7-ാം ഭാവാധിപൻ, 7-ാം ഭാവത്തിൻ്റെ ത്തിൽ നിൽക്കുന്ന ഗ്രഹം, 7-ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം, ഇതിൽ ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ ബലമെന്ന് വച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രമായിരിക്കും ഭർത്താവിൻ്റെ നക്ഷത്രം. അതേപോലെ ഭർത്താവിൻ്റെ ഗ്രഹനിലയിൽ നിന്ന് നമ്മൾ ഭാര്യയുടെ നക്ഷത്രം കണ്ടുപിടിക്കാം. ഭർത്താവിൻ്റെ ഗ്രഹനിലയുടെ 7-ാം ഭാവം എന്ന് പറയുന്നതാണ് ഭാര്യ. ആ ഭാര്യയുടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ 7-ാം ഭാവാധിപൻ, ആ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 7-ാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹം, ഇതിൻ്റെ മൂന്ന് ഗ്രഹങ്ങളുടെയും ഇത് ബലമുള്ള ഗ്രഹം ഏതാണെന്ന് അറിയിച്ച് ആ ഗ്രഹം എവിടെ നിൽക്കുന്നോ അല്ലെങ്കിൽ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ ആ നക്ഷത്രമായിരിക്കും ഭാര്യയുടെ ജന്മനക്ഷത്രം. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ജാതകത്തിൽ നിന്ന് തന്നെ, ഭാര്യയുടെ ജാതകത്തിൽ നിന്ന് ഭർത്താവിൻ്റെ ജാതകം ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ അത് പൂർവ്വജന്മാന്തര സുഹൃത്തിൻ്റെ ഭാഗമാണ്. ആ ഭാര്യയുടെ ജാതകത്തിൽ നിന്ന് നമ്മൾ ഭർത്താവിൻ്റെ ജാതകം മുഴുവൻ നമ്മൾ എഴുതിയെടുക്കാം. മനസ്സിലായി? ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. ഭാര്യയുടെ, അതായത് അമ്മയുടെ ജാതകത്തിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ ജാതകം എഴുതാം. ഇപ്പോൾ ഇതനി 7-ാം ഭാവം എന്ന് വെച്ചാൽ പകരം അത് 5-ാം ഭാവം കൊണ്ട് നമുക്ക് ആ കുട്ടികളെ ഇപ്പോൾ 1-2 കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അടുത്ത 9-ാം ഭാവം കൊണ്ട് നമ്മൾ 5-ൻ്റെ 5 എടുക്കാം. 5-ൻ്റെ 5 എടുത്ത് അത് ഭാവചിന്ത എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് ഇവരുടെ എല്ലാ സ്വഭാവങ്ങളും ഒരു സ്ത്രീയുടെ ജാതകത്തിൽ നിന്നും പുരുഷൻ്റെ ജാതകത്തിൽ നിന്നും അവരവരുടെ കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ ആയാലും ഭർത്താവായാലും കളത്രം എന്ന് തന്നെ പറയാം, കളത്രം. അപ്പോൾ ഇപ്പോൾ ഭാര്യയുടെ ലഗ്നം ജാതകത്തിൽ, ജാതകം എന്ന് പറയുന്ന ഗ്രഹനിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഗ്രഹനിലയിൽ ലഗ്നം അതാണ് ആ വ്യക്തി. അതായത് സ്ത്രീയുടെ ഗ്രഹനിലയാണ് നമ്മൾ എടുത്തെങ്കിൽ സ്ത്രീയുടെ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും നമ്മൾ ആ ലഗ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വരൂപാധി സ്വഭാവ ഗുണങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് അനലൈസ് ചെയ്ത്, അതേപോലെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ 7-ാം ഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കളത്ര ഭാവം എന്ന് പറയുന്നത് 7-ാം ഭാവമാണ്. ആ 7-ാം ഭാവത്തിൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലഗ്നത്തെ കൊണ്ട് വ്യക്തിയുടെ പറഞ്ഞ പോലെ നമ്മൾ ഭർത്താവ് എന്നുള്ള വ്യക്തിയെ നമ്മൾ അറിയുന്നത് 7-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ആ 7-ാം ഭാവം കളത്രമാണ്, ഭർത്താവാണ്. ആ ഭർത്താവിന് 7-ാം ഭാവം ആ ഭർത്താവിൻ്റെ ലഗ്നമായിട്ട് എടുക്കാം നമുക്ക്. ആ ഭർത്താവിൻ്റെ ലഗ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ 2-ാം ഭാവം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ 8-ാം ഭാവമായിട്ട് വരും. അപ്പോൾ ആ 8-ാം ഭാവം കൊണ്ട് 2-ാം ഭാവമായിട്ടും 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ 3-ാം ഭാവമായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ ഭർത്താവിനെ സ്വരൂപാധി സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മൾ ഭാര്യയുടെ 7-ാം ഭാവം കൊണ്ടെടുക്കുക. അതേ രീതിയിൽ തന്നെയാണ് ഭർത്താവിൻ്റെ ജാതകത്തിൽ നിന്ന് നമ്മൾ കളത്രത്തെ അറിയുന്നത്. താങ്ക് യു. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ
താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.